നമ്മളിവിടെ IVF ട്രീറ്റ്മെന്റ് വന്നതാ. ഇവിടെ വന്നപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇക്സി എന്നൊക്കെയോ പറയുന്നത്. ശരിക്കും ഇക്സി എന്തോ IVFന്റെ ട്രീറ്റ്മെന്റ് തന്നെയാണോ? ടെൻഷനൊന്നും ആവണ്ട. രണ്ടും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സുകളാണ്. പക്ഷെ അതിന്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന രീതിയിലാണ് വ്യത്യാസം. അതായത് IVFല് നമ്മളൊരു സ്ത്രീയുടെ എഗ്ഗും ഒരു പുരുഷന്റെ സ്പേംസുകളും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കൾച്ചർ ഡിഷിൽ വെച്ച് ഈ സ്പേംസ് നാച്ചുറലി എഗ്ഗിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. പക്ഷെ ഇക്സയിൽ എന്ന് പറയുമ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംബ്രിയോളജിസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സ്പേംസിനെ സെലക്ട് ചെയ്ത് ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി എഗ്ഗിന്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് ഇക്സി. അപ്പോൾ ഇതിലേതാ നല്ലത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് സ്പെർമിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കണം. അതായത് കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് IVF പ്രൊസീജിയറിലേക്ക് പോവാം. പക്ഷേ ഈ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി ഇതെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ? അവർക്ക് ഇക്സി പോലുള്ള പ്രൊസീജിയറിലേക്ക് പോകുന്നതായിരിക്കും അവരുടെ സക്സസ് റേറ്റ് കുറച്ചുകൂടി കൂട്ടുന്നത്.